ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുകൊണ്ട് അവിടെ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ എപ്പിസോഡിൽ ഞാൻ മിക്കവാറും മൂവ് ഫാം ഉണ്ടാക്കും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി, മൂവ് ഫാം ഉണ്ടാക്കൽ. ഓക്കെ, അപ്പം അതിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇനി നമ്മൾ ഗ്യാദർ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. എന്റെ ബോട്ട് ഉണ്ടായിരുന്നല്ലോ, പോയോ? അതാ, തെറ്റി. ഇനി ഞാൻ നേരത്തെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്തു. ഈ ഡയമണ്ട് പിക്കാക്സ് ഇത്രയാക്കി. പിന്നെ 3 സ്റ്റോ അയൺ പിക്കാക്സ് നമ്മള് പൊട്ടിച്ചു ഈ സാധനം ഉണ്ടാക്കാൻ. ഓക്കെ, പിന്നെ ഇന്നലെ നമ്മളെ സ്കൂളിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയി വിളിച്ച് കണ്ടെത്തുണ്ടേന്നും വയ്യ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും വേണ്ട, ഈ അയണും വേണ്ട. നമുക്ക് അയൺ ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഹെഡ്സെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ എന്താണ് പറയണെന്ന് അറിയാൻ വയ്യ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറ്റുന്ന കണക്ക് സാധനങ്ങൾ എടുക്കണം. അപ്പൊ മാക്സിമം സാധനങ്ങൾ ഇവിടെ വെക്കണം. എന്നിട്ട് മാക്സിമം ഈ സാധനങ്ങൾ എടുക്കണം. ഓക്കെ, ഇത്രയും സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് വെള്ളത്തിന്റെ നടുക്കാണ് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുണ്ടാക്കുന്നതാണ് നല്ലത്. കൂടുതൽ സ്പോൺ റേറ്റ് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലൊന്നും സ്പോൺ ആവില്ല. ഓക്കെ, അപ്പം കൂടുതൽ സ്പോൺ റേറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഒന്ന് ചാടി. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോൾ നിൽക്കാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചൊരു ചെറിയ പ്ലാറ്റ്ഫോം കിട്ടണം. പെട്ടെന്ന് അതൊക്കെ ചെയ്യണം. കാര്യം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ മിനിമം ഒരു 3 ദിവസം എടുക്കും. കാര്യം ഇച്ചിരി ഹെവിയാണ്. കണ്ടോണ്ടിരിക്കുന്ന പലരും വിചാരിക്കും നിങ്ങൾ പ്രോ ആവുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്കിതൊക്കെ ഇച്ചിരി ടഫാണ്. ഓക്കെ, ഞാനൊരു വെള്ളം എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൂടെ പോവാം. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോമായി. ഇനി നമ്മൾ ജസ്റ്റ് ഓക്കെ ഇതിൽ നിന്ന് ഒന്ന് ഓഫ് 2 ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. 1 2 3 4. അപ്പോൾ നമ്മൾ ഇനി 100 ബ്ലോക്ക് മണ്ടയിലോട്ട് പോകണം. നമ്മൾ F3 അടിക്കുമ്പോൾ 63ആണ്. അപ്പൊ അത് 61 പ്ലസ് പോണം, 163 പോണം. ഓക്കെ, നമുക്ക് അവ പോവാം. അപ്പൊ ഞാൻ എന്തായാലും അവിടെ ചെന്നൊരു ചെറിയ പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതിൽ കൈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് സംസാരിക്കലാണ്. ഞാൻ ഇതിൽ വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ മൈക്ക് ഓണാക്കാത്തതുകൊണ്ട് തന്നെ ഇതിൽ സൗണ്ട് മര്യാദയ്ക്ക് ഇതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബക്കറ്റ് വെള്ളം താഴെ എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു പെട്ടെന്ന് മണ്ടലോട്ടും പോകാൻ വേണ്ടി. ഇനി ഇവിടെ നിന്ന് 22 ബ്ലോക്ക് മണ്ടയിലേക്ക് പോകണം. അതിനാവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മോബ് താഴെ വീട് ഡെഡ് ആവരുത്. പക്ഷെ 1 HP എങ്കിലും അവർക്ക് വേണം. നമ്മൾ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ചാവണം. ആ ഒരു ലെവലിൽ വേണം നിറയാൻ. അപ്പൊ 22 ബ്ലോക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കണക്ക് ഫുള്ള് ബ്ലോക്ക് വെക്കണം. ഇങ്ങോട്ട് 8, 1 2 1 2, അങ്ങനെ ഫുള്ള് 8 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതും കൂട്ടി ഇത് കൂട്ടണം. ഓക്കെ, അങ്ങനെ 8 ബ്ലോക്ക്. ഓക്കെ, അപ്പൊ നമ്മളാണ്ട് ഇത്രയും തീർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കറക്റ്റ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക. അപ്പൊ വെള്ളം കറക്റ്റ് ഒഴുകി ഇവിടെ വന്ന് നിൽക്കണം. എവിടെയും കൂടെ വെള്ളം ഒഴിക്കും. അപ്പൊ ഇത് ഫുള്ളും നിറഞ്ഞു നിൽക്കും. താഴോട്ട് പോകരുത്, ഒരു ബ്ലോക്ക് അപ്പുറത്തോട്ട് പോകരുത്. ഇതേ കണക്ക് പക്കായിട്ട് നിൽക്കണം. ഓക്കെ, അതാണ് 8 ബ്ലോക്ക് അങ്ങോട്ട് വെക്കണം. ഓക്കെ, ഇനി ഇതിന്റെ മണ്ടയിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. അതോടെ കെട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ മണ്ടയിലോട്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം ഇങ്ങനെ ആയിരിക്കും. അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മളാ ഇതില് ഓക്കെ, നമ്മൾ എന്നിട്ട് 1 2 അങ്ങനെ നമ്മൾ ബ്ലോക്ക് വെച്ച് ഇത് ഫുൾ ഒരു വാളാക്കണം. അത് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ മൊത്തം വാളും വെച്ച് മേലില് ഫുള്ള് പ്രൂഫും ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ മേളിൽ ഞാൻ ഒരു ടോർച്ച് കൂടെ വെച്ച് കുറച്ച് ടോർച്ച് കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇതിലായി മേളില് നൈറ്റ് ടൈമിൽ മോബ് സ്പോൺ ആവാതിരിക്കാനാണ്. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് ഇവിടെ ട്രാപ്പ് ഡോർ വെക്കണം, ലൈറ്റ് പൊട്ടിക്കണം, ഇവിടെ വെള്ളമോടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ട്രാപ്പ് ഡോർ എടുക്കാം. എന്നിട്ട് ഒരു സ്റ്റാക്ക് ട്രാപ്പ് ഡോർ കറക്റ്റ് ആണ്, നമ്മൾ ഉണ്ടാക്കിയത് കറക്റ്റ് ആണെങ്കിൽ, ഈ മോഫം ഉണ്ടാക്കിയത് കറക്റ്റ് ആണെങ്കിൽ ഒരു സ്റ്റാക്ക് ട്രാപ്പ് ഡോർ പക്കയായിരിക്കും. അത് മതി, ഒരു സ്റ്റാക്ക് മതി. അപ്പൊ നമ്മൾ കൂടുതലൊന്നും വേണ്ട, ഒരു സ്റ്റാക്ക് കറക്റ്റ് ആയിരിക്കും, ബാക്കിയും വരില്ല അങ്ങോട്ടും വരില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫുൾ സൈഡും വെക്കണം, അത് വെച്ചിട്ട് കാണാം. അപ്പൊ അതാണ് നമ്മൾ വേണ്ട ഫുള്ള് ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടിടത്ത് വെള്ളം കൂടെ ഒഴിച്ച് താഴെ കുറച്ച് കളക്ടിങ് ഏരിയ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി ഫുള്ള് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ ലൈറ്റും പൊട്ടിച്ചു കാരണം ലൈറ്റ് വെച്ചിട്ട് മോബ് സ്പോൺ ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തരമാണ്. അപ്പം ലൈറ്റ് മൊത്തം പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. അപ്പൊ അതോടെ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇത് കണക്ക് ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. 3 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് 3 ബ്ലോക്ക് വേണം. ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം, ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം. ഇനി ഇവിടെ നിന്ന് എത്ര വെള്ളം വേണമെങ്കിലും എടുക്കാം. ഇനി ഇവിടെ ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ബക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചെടുക്കണം. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വയ്ക്കണം. എടുക്കണം, ഇവിടെ ഒഴിക്കണം. ഇവിടെ ഒന്ന് എടുക്കണം, അടുത്ത സൈഡിൽ പോയി വയ്ക്കണം. ഓക്കെ, ഇനി ഇവിടെ ഒരു ബക്കറ്റ്, ഇവിടെ ഇവിടെ ഒരു ബക്കറ്റ്. ഇനി ജസ്റ്റ് ഒരു ബ്ലോക്ക് ആൻഡ് ഓക്കെ 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 ഇപ്പം ഒരു 90% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടിങ് ഏരിയ ആണ്. ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇനി ഇവിടെ ഉള്ള ബ്ലോക്കുകളെല്ലാം പൊടിച്ചോളണം. നമ്മൾ കയറാൻ വേണ്ടി എടുത്ത ബ്ലോക്ക് ഉണ്ടല്ലോ, അത് പൊടിച്ചോളണം. അതിന് നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മളിങ്ങോട്ട് വരാൻ പോണില്ല. ഓക്കെ, ഇനി എല്ലായിടത്തും ട്രാപ്പ് ഡോറും നേരെയാക്കി ഇവിടുത്തെ വെള്ളവും അടച്ച് പോകണം. പെടുത്ത്. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ആയില്ല. ഇത് പൊട്ടിക്കണം, ഇറങ്ങണം, വെള്ളം തിരിച്ചെടുക്കണം, ഇവിടെ വരണം. ഓക്കെ, ഇനി ഒരു ചെറിയ കളക്ടിങ് ഏരിയ റെഡിയാക്കണം. ഓക്കെ, അപ്പം അത് ചെയ്യട്ടെ. ഓക്കെ, ഇത് ചെയ്യാം. ഇവിടെ ഒരു ബ്ലോക്ക്, എന്നിട്ട് ഇതിൽ നോക്കിക്കൊണ്ട് കുറേ ബ്ലോക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ താഴോട്ടൊരു ബ്ലോക്ക് വെക്കണം. അതിന് മുന്നേ ഇവിടെ ഇങ്ങോട്ട് നോക്കിയൊരു ബ്ലോക്ക്. ഓക്കെ, അത് തെറ്റിയല്ലോ, ജസ്റ്റ് തെറ്റി. അയ്യോ, പോയി. ഓ, പഠിക്കണം. അയ്യോ, ഓക്കെ, പൊട്ടത്തരം. നമ്മളൊരു പ്രോ ആയതുകൊണ്ട് ഒന്നുമല്ല. ഓക്കെ, ഇതിലും വലിയ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇനി ഇതില് സ്ലാബ് വയ്ക്കണം. ഓക്കെ, ഇനി അങ്ങ് വല്ല പറഞ്ഞു കൊടുക്കണം. അത് കറക്റ്റ് ഇവിടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് പണ്ടത്തെ കണക്ക് തന്നെ വെച്ച് കൊടുക്കണം. അതിന് മുന്നേ 1 2 ഇനി നമ്മൾ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇവിടെ ഒരു ജസ്റ്റ് ഇവിടെ വന്ന് അയ്യോ, എന്റെ കൈ കയറി. പോയി. ഓക്കെ, താമ്പടി വെക്കോ. ഓക്കെ, ഇവിടെ വന്ന് ഇനി ഹോപ്പർ ഇവിടെ വന്ന് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് പൊട്ടത്തരം കാണിച്ചാണ്, ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ശരിയില്ല, നമുക്ക് ഇങ്ങനെ വന്ന് ആൾക്കാരെ കൊല്ലാൻ പറ്റുമല്ലാത്ത മതി. ഓക്കെ, ഇനി മണ്ടടുത്ത് ലൈറ്റ് പൊട്ടിക്കണം. ഓ, അതോടെ പൊട്ടിച്ച് ഇത് വർക്ക് ചെയ്യിപ്പിക്കണം, ഞാൻ കാണിച്ചു തരാം.
ഓക്കെ ഗൈസ്, ഇപ്പൊ പണി തീർത്തേ ഉള്ളൂ. ദേ ഇവിടെ നമ്മളെ സോംബി വന്നിട്ടുണ്ട്, തട്ടിക്കൊള്ളാം. ഡാക്ടർ വന്നിട്ടുണ്ട്. അയ്യോ, ഏ ഏ ആ, കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോടാ അവന്മാർക്ക്? ഈ പണിയാണല്ലോ. ഓക്കെ, ഇപ്പം കംപ്ലീറ്റ്. ഓക്കെ, ഇത്ര സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സോംബീസും വരുന്നുണ്ട്, ക്രീപ്പറും വരുന്നുണ്ട്, അത് ഐറ്റംസും വരുന്നുണ്ട്. ഓക്കെ, ഒരു സ്കെൽട്ടൺ കൂടെ വരും. ഓ മാൻ, ഇടക്കിടക്ക്. ഓ ഇതെന്തിന്? ഏ ഗ്യാസ്. ഓ എഫിഷ്യൻ്റ് ആയിപ്പോയി, അധികം എഫിഷ്യൻ്റ് ആയിപ്പോയി. ഓ ബ്രോ, പിന്നെ രണ്ടുപേര് വന്നപ്പോ തന്നെ ചത്തു എന്ന് തോന്നണം. കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ വേർഡ് വെച്ചടി കയറ്റമായിരിക്കും. ബ്രോ എന്നെ കാണത്തുണ്ടോ? ചുമ്മാണോ? ഇതെന്ത് ചെയ്യും? ജസ്റ്റ് കടിച്ചോണ്ടിരിക്കുക. ഇടയ്ക്ക് എന്തുമാത്രം സോംബി അല്ലേ വന്നേ? ഓമ്പി 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 കണ്ടു ഇത് എത്ര സോംബി? ഓമ്പി. അയ്യോ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഉള്ളൂ. നിങ്ങളെ പറ്റി അടുത്ത വീഡിയോയില. അയ്യോ, പദം കോട്ട് വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ സമയം കിട്ടുമ്പോൾ ഇതും ശരിയാക്കി വെച്ചേക്കാം. നിങ്ങളെ പറ്റി അടുത്ത വീഡിയോ. ടാറ്റ ബൈ ബൈ.